കശ്യപ മുനിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളെല്ലാം സർപ്പങ്ങളായിരുന്നു. ഇതിൽപ്പെട്ട തക്ഷകൻ നാഗപ്രമാണികളിൽ ഒരുവനായിരുന്നു. മാതാവിൻ്റെ ശാപം കാരണം തക്ഷകൻ ബാല്യത്തിൽ തന്നെ കുടുംബം വിട്ടുപോയി. ഒരിക്കൽ മാതാവായ കദ്രുവും കശ്യപൻ്റെ മറ്റൊരു ഭാര്യയായ വിനതയും തമ്മിൽ ഉച്ചൈശ്രവസ് എന്ന കുതിരയുടെ വാൽരോമത്തിൻ്റെ നിറം സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. വാൽരോമം കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനതയും വാദിച്ചു. തോൽക്കുന്ന ആൾ ജയിക്കുന്നവളുടെ ദാസിയായിരിക്കണമെന്ന് പന്തായം കെട്ടി. അന്നു രാത്രി കദ്രു മക്കളെ വിളിച്ച് ഇന്ദ്രൻ്റെ കുതിരയായ ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങളെന്ന തോന്നലുണ്ടാക്കുമാറ് കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ ആജ്ഞാപിച്ചു. ധർമ്മജ്ഞരായ ഏതാനും സർപ്പങ്ങൾ വഞ്ചനാപരമായ ഈ പ്രവൃത്തിയെ എതിർത്തു. നിങ്ങൾ ജനമേജയ രാജാവിൻ്റെ സർപ്പസത്രത്തിൽ വെന്തെരിയട്ടെ എന്ന ശാപവും കൊടുത്ത് കദ്രുവിനെ എതിർത്ത പുത്രന്മാരെ വെളിയിലാക്കി. തക്ഷകൻ അവരുടെ നേതാവായി. ഇക്കാലത്ത് പരീക്ഷിത്ത് രാജാവ് തക്ഷൻ്റെ കടിയേറ്റ് 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന മുനിശാപമുണ്ടായി. ദുഃഖിതനായ പരീക്ഷിത്ത് മന്ത്രിമാരുമായി ആലോചിച്ച് രക്ഷയ്ക്കു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുവാൻ ഉറച്ചു. അദ്ദേഹം ആദ്യമായി സുരക്ഷിതമായ ഒരു 7 നില മാളിക പണിയിച്ച് അതിൽ കയറി ഇരിപ്പായി. രക്ഷയ്ക്കു വേണ്ടി മന്ത്രൌഷധങ്ങളിൽ നിപുണരായ പലരെയും യഥാസ്ഥാനങ്ങളിൽ നിയമിച്ചു. കൊട്ടാരത്തെ 4 പാടും നിന്നും കാക്കുന്നതിനു വേണ്ടി ഉയരമുള്ള മതയാനകളെ ഏർപ്പെടുത്തി. രാജാവ് വൻ സുരക്ഷയോടെ കഴിഞ്ഞെങ്കിലും ഒരു പുഴുവിൻ്റെ രൂപത്തിൽ വന്ന് തക്ഷകൻ രാജാവിനെ കൊല ചെയ്തു.